ഹലോ ഗൈസ്, ഇത് ശ്യാമാസ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനിന്നൊരു പരിപ്പ് കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പരിപ്പ് കറിയും പാവക്ക ഫ്രൈയും ഉരുളക്കിഴങ്ങ് ഫ്രൈയുമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പരിപ്പ് നമുക്ക് കറി വയ്ക്കാം. രാവിലെ കുട്ടികൾ കോളേജിൽ പോയപ്പോൾ ഞാനെല്ലാം ഉപ്പേരിയും മുട്ട വറുത്തതൊക്കെയാണ് വെച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ പരിപ്പ് കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പാവക്ക ഫ്രൈ ചെയ്യാനും ഉരുളക്കിഴങ്ങ് ഫ്രൈയും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടി ഞാൻ പാവയ്ക്ക മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തിട്ട് എല്ലാം അരിഞ്ഞ് വെച്ച് വെയിലത്ത് വെച്ചിട്ടാണ് ഉണക്കിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. ആ ഇടയിൽ കാണിച്ചത് ഞങ്ങളുടെ വീട്ടിലെ പഴമായിരുന്നേ, വീട്ടിലുണ്ടായതാണ് കേട്ടോ പഴം. അപ്പോൾ പാവക്ക ഞാൻ വെയിലത്ത് വെക്കാനായിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം വരഞ്ഞ് വെയിലത്ത്, നല്ല വെയിലുണ്ട് കേട്ടോ ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ അതവിടെ ഇരുന്ന് വെള്ളം ഒന്ന് വറ്റട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഫ്രൈക്കെല്ലാം അരിഞ്ഞ് അതെല്ലാം ആക്കി വെച്ചു. വെള്ളം മസ്റ്റാണ് കേട്ടോ. വെള്ളം ഞാൻ എന്തായാലും ഏത് പണിയുടെ ഇടയായാലും വെള്ളം ഞാൻ കുടിക്കും. ഒരു ദിവസം ഞാൻ 3 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കും. വെള്ളം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ഇട്ടിട്ടാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലെ കറിവേപ്പില മരമാണ് കേട്ടോ. ഒടിഞ്ഞപ്പോൾ ചെറുതായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റോക്കിയാണ് ഇടയിൽ എൻ്റെ കൂടെ എല്ലായിടത്തും നടക്കുന്നത്. ഇത് പുതിന ഇലയാണ്. പുതിന ഇല പഞ്ചസാര വെള്ളത്തിലിട്ടിട്ട് ഞാനിങ്ങനെ മുളപ്പിച്ചത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ അതുപോലെ അത് വരുന്നുണ്ട്. പിന്നെ പരിപ്പ് കറിയിൽ ഞാൻ ജീരകം പൊടിച്ചിടും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പരിപ്പ് നമുക്ക് കൂട്ടുമ്പോൾ ഗ്യാസ് വരുന്ന പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ ജീരകം നല്ലതാണ്. അപ്പോൾ ജീരകം ചേർത്തിട്ടാണ് ഞാൻ പരിപ്പ് കറി വെക്കുന്നത്. ഇവിടെ വീട്ടിലെ എല്ലാവർക്കും പരിപ്പ് കറിയൊക്കെ ഇഷ്ടമാണ്. നമ്മൾ പരിപ്പ് കറിയൊക്കെ എല്ലാം വെക്കണ സമയത്ത് ഒരു 2 ഇതുപോലെ ഉരുളക്കിഴങ്ങോ പാവയ്ക്കോ എന്തെങ്കിലും ഫ്രൈ എല്ലാം ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ പാവയ്ക്ക അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാവയ്ക്ക ടെറസിൻ്റെ മുകളിൽ വെച്ച് വെള്ളം നല്ലോണം വലിഞ്ഞപ്പോൾ അത് പൊട്ടിത്തെറിയൊന്നുമില്ല കേട്ടോ. എണ്ണയും കുറച്ച് മതി. നോക്കട്ടെ, ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണേ. നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ടോ? നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണം. ഞാൻ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള കറി വെക്കണ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ചോറ്, പരിപ്പ് കറി, ഉരുളക്കിഴങ്ങ് ഫ്രൈ, പാവക്ക ഫ്രൈ, അച്ചാർ, ഇതാണ് കേട്ടോ ഇന്നത്തെ വിഭവം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂട്ടി ഊണ് കഴിക്കുകയാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. ഷെയർ ചെയ്യണമേ.